കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനായ പാസ്റ്റർ സന്തോഷ് തോമസ്, പ്രിയ സഹോദരി ജിനി, അവരുടെ കുഞ്ഞുങ്ങൾ, എനിക്ക് വളരെ പ്രിയരായ ദൈവദാസന്മാർ, പ്രത്യേകാൽ പാസ്റ്റർ അംബുജാക്ഷൻ, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. നിങ്ങളോടൊപ്പം കൂട്ടായ്മയെ ആചരിപ്പാൻ ലഭിച്ച അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട കർത്തദാസനും ദൈവസഭയ്ക്കും ഞാൻ നന്ദി അറിയിക്കും. നിങ്ങളെല്ലാവരെയും കർത്താവ് സുരക്ഷിതരായി സൗഖ്യത്തോടെ പരിപാലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇന്നത്തെ ദൂതിന്റെ തലക്കെട്ട് പ്രൂവ് യുവർ ഫെയ്ത്ത്, വിശ്വാസത്തെ തെളിയിക്കുക. ആധാരവാക്യം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വചനങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 2 and 3. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അതേശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. ജെയിംസ് എന്ന പേര്, യാക്കോബ് എന്ന മനുഷ്യന്റെ ഇംഗ്ലീഷ് നാമം ജെയിംസ് എന്നാണല്ലോ. ഞാൻ നിങ്ങളോടും അപേക്ഷിക്കുന്നു, വേദപുസ്തകത്തിൽ ഈ പേര് കാണുമ്പോൾ എങ്കിലും എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കും. ഓരോ വചന ശുശ്രൂഷയും ഓരോ യുദ്ധങ്ങളാണ്. പിശാചിന്റെ അംഗക്കളരിയിലെ എല്ലാ അഭ്യാസങ്ങളോടുമുള്ള എതിരിന്റെ സൂചിമുനകളാണ് ഒരു ദൈവദാസന്റെ വചന ശുശ്രൂഷ എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ നടുവിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഭാര്യ താഴത്തെ മുറിയിൽ ഛർദിച്ച് അവശയായി കിടന്ന സാഹചര്യത്തിലാണ് ഞാൻ പ്രസംഗിച്ചത്. ഓരോ സന്ദേശവും എങ്ങനെയെങ്കിലും ക്ഷീണിപ്പിച്ചു കളയുവാൻ ശത്രു പോരാടുമ്പോൾ അതിനെ അതിജീവിക്കാൻ ദൈവം തരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഈ യാക്കോബ് അപ്പസ്തോലനായ യാക്കോബല്ല. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ കുറിച്ചെടുക്കാൻ ഉത്സാഹിക്കണം. കുഞ്ഞുങ്ങളെ ഞാൻ പ്രത്യേകാൽ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെല്ലാം വലിയ മനുഷ്യരായി തീരേണ്ടതാണ്. അതുകൊണ്ട് ശീലമാക്കണം ഒരു ദൈവദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അത് കുറിച്ചെടുക്കുവാൻ. ഈ യാക്കോബ് കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ്. കർത്താവിന്റെ സഹോദരനായ യാക്കോബ് കർത്താവ് ജീവിച്ചിരിക്കും കാലം ഒരിക്കൽ പോലും കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല. യാക്കോബ് കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ ആഴം അനുഭവിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യാക്കോബിന് വ്യക്തിപരമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാരെല്ലാവർക്കും പ്രത്യക്ഷനായി. അതിനകത്തൊരു സന്ദേശമുണ്ട്. നാം എത്ര തിരസ്കരിച്ചാലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ നമ്മെ പിടിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. രക്തം ജയം. ആമേൻ. മാറി നടന്നാലും ഒഴിവ് കഴിവ് പറഞ്ഞാലും എനിക്കതിന് യോഗ്യതയില്ലെന്ന് മാറി നിന്നാലും
ദൈവത്തിന് ഉപയോഗിക്കേണ്ടവനെ ദൈവം തന്റെ കരത്തിൽ കൊണ്ടുവരും ദിനങ്ങളുണ്ടെന്ന് നാം മറക്കരുത്. ഈ യാക്കോബാണ് പിന്നീട് യെരുശലേം സഭയുടെ മൂപ്പനായി മാറിയത്. ഇദ്ദേഹത്തെ ഒരു സിനഗോഗിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് മറിഞ്ഞ് ബോധരഹിതനായി വീണ യാക്കോബിനെ ഗദ കൊണ്ട് നിഷ്ഠൂരമായി അടിച്ചു കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒത്തിരി പരിശോധനകൾക്കകത്ത് വളർന്ന യാക്കോബ് എന്ന മനുഷ്യൻ വിശുദ്ധന്മാർക്ക് സ്നേഹബുദ്ധിയായി എഴുതുകയാണ്, സഹോദരന്മാരെ. എനിക്ക് വേദപുസ്തകത്തിൽ സഹോദരന്മാരെ എന്ന വിളി കേൾക്കുമ്പോ എന്റെ നെഞ്ചിനകം അങ്ങ് കുളിർമ അനുഭവിക്കും. ഞാനും അതിൽ പെട്ടല്ലോ എന്ന സന്തോഷം കൊണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുക തന്നെ ചെയ്യും. 5 കാര്യങ്ങൾ ഞാൻ ഇവിടെ കുറിച്ചിട്ടുണ്ട്. 1, പരിശോധന ക്രിസ്തീയ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. ടെസ്റ്റ് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഇംഗ്ലീഷ് വാദങ്ങൾ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ, അനിവാര്യമാണ് പരിശോധന. കാരണം നാം സേവിക്കുന്ന കർത്താവ്, he is not a God of false promises. ഇല്ലാത്തത് പറഞ്ഞ ആളുകളെ ആകർഷിച്ച ഒരു ഗുരുവായിരുന്നില്ല നമ്മുടെ കർത്താവ്. സത്യം സത്യമായി മാത്രം പറഞ്ഞ നിസ്തുല്യനായ കർത്താവിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 16:33, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അർത്ഥം, കഷ്ടാനുഭവങ്ങൾ തേജസ്കരണത്തിന്റെ പിന്നിലുള്ള അനുഭവമാണ്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ, നാം ഈ കാലത്ത് അനുഭവിക്കുന്ന കഷ്ടം ഒരു തേജസ്സിനു വേണ്ടിയുള്ള ഒരുക്കക്കളമാണെന്ന തിരിച്ചറിവ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മെ ദൈവം സഹായിക്കും. രക്തത്താൽ ജയം. 1 പത്രോസ് 4:12, നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു അപൂർവ കാര്യം എന്ന് അതിശയിക്കരുത്. ദിസ് ഈസ് നോട്ട് സംതിങ് യു ഷുഡ് ബി wondered about. This is quite common. ഞാൻ താഴോട്ട് വരുമ്പോ പറയാം. കഷ്ടങ്ങളില്ലാത്ത ഒരു അനുഭവം ക്രിസ്ത്യാനിത്വത്തിലില്ല. 20:20 കുറിച്ച് എന്തെല്ലാം അനുഗ്രഹ പ്രവചനങ്ങളാണ് നാം കേട്ടത്. ദുരാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളുകളെ സന്തോഷിപ്പിക്കലല്ല ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ശുശ്രൂഷകന്റെ ദൗത്യം. അവന്റെ ദൗത്യം ദൈവത്തിന്റെ അരുളപ്പാടറിയിക്കലാണ്. രക്തത്താൽ ജയം. നിങ്ങൾക്കും എനിക്കും കഷ്ടമുണ്ട്. ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നിങ്ങൾ ഒരു ശ്രേഷ്ഠനായ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവമക്കൾക്ക് ആശ്വാസമാകുന്ന, ദൈവജനത്തിന് തണുപ്പാകുന്ന ഒരു ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കഷ്ടത്തിന്റെ ഒരു കാലമുണ്ടെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. രക്തത്താൽ ജയം. കുഞ്ഞെ, നിന്നെ കഷ്ടത്തിൽ കടത്തി വിടുന്നത് തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം നിന്നെ ഒരുക്കുകയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു കൊള്ളണം. People who have been used by God in the whole history of the church went through severe tests in life. രക്തം ജയം. ഹല്ലേലൂയ. 2-ാമത്തെ പാഠം, അതുകൊണ്ട് നിങ്ങൾ പരിശോധനകളെ പ്രതീക്ഷിക്കണം. 2-ാമത്തെ പാഠം, എക്സ്പെക്ട് ട്രയൽസ്. യാദൃച്ഛികമായി വരുന്നതല്ല കഷ്ടത.
എപ്പോഴും എന്നും എനിക്ക് കഷ്ടത വരാൻ സാധ്യതയുണ്ട് എന്ന ബോധത്തോടെ വേണം ഒരു ഭക്തൻ ജീവിക്കാൻ. അർത്ഥം മനസ്സിലായോ? ഒരു കാര്യം പ്രതീക്ഷിച്ച് അത് സംഭവിച്ചാൽ നാം ഞെട്ടത്തില്ല. എന്റെ ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും കഷ്ടം വരാം എന്ന ചിന്ത എന്റെ അകത്തുണ്ടെങ്കിൽ എനിക്കൊരു കഷ്ടത വരുമ്പോൾ ഞാൻ ഭയന്നു പോകത്തില്ല, അതിശയിച്ചു പോകത്തില്ല, മ്ലാനനായി പോകത്തില്ല. ഐ വാസ് എക്സ്പെക്ടിങ് ഇറ്റ് എനി ടൈം ഇൻ മൈ ലൈഫ്. രക്തം ജയം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് കാലത്തും കഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നാം ഓർത്തുകൊള്ളണം. കാരണം ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ സ്റ്റേറ്റ്മെന്റ്. ഇന്നലെ അകപ്പെട്ടെന്നല്ല, അകപ്പെടും. നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ പാഠം, God allows it for a purpose. ദൈവം ഒരു ഉദ്ദേശത്തോടെയാണ് അത് നൽകുന്നത്. ദൈവത്തിന്റെ സകല പ്രവൃത്തിയുടെയും പിന്നിൽ പെർഫെക്റ്റായ ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ തോമസ് കോശി. ഇപ്പോൾ ഫ്ലോറിഡയിൽ ശുശ്രൂഷിക്കുന്നു. 97 ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തിന്റെ ചർച്ചിൽ ശുശ്രൂഷിച്ചിട്ട് എന്നെ യാത്ര അയക്കുമ്പോൾ അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചയച്ചപ്പോൾ ഉപയോഗിച്ച ഒരു പദമുണ്ട്, ഒരു വാചകമുണ്ട്. പിതാവേ, തിരുഹിതത്തിന്റെ കേന്ദ്രത്തിൽ നിന്റെ ദാസനെ നിർത്തണമേ. ഞാൻ യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ചായ, ഈ പ്രാർത്ഥനാ വാചകം ഞാൻ കടമെടുക്കുകയാണ്. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഈ വാചകം എന്നും ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. തിരുഹിതത്തിന്റെ കേന്ദ്രത്തിൽ എന്നെ നിർത്തണമേ. പ്രിയ ദൈവ പൈതലേ, പ്രതിസന്ധികൾ വന്നാലും അതിനകത്തൊരു തിരുഹിതമുണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ ബലത്തോടെ നടത്താൻ ഹേതുവായി തീരും. നാലാമത്തെ പാഠം, വളരെ പ്രധാനപ്പെട്ട പാഠം, ഗോഡ് ഈസ് സോവറിൻ ഓവർ എവറി ട്രയൽ. ഏത് കഷ്ടത്തിലും ദൈവം സർവാധികാരിയാണ്. വാക്യം റോമാലേഖനം 9-ാം അധ്യായം 20-ാം വാക്യം. അസാധാരണമായ ഒരു പുസ്തകമാണ് റോമാലേഖനം. ഐ ലവ് ടു ടീച്ച് ഇറ്റ്. എന്റെ കൂട്ടായ്മയിൽ ഞാൻ 2 വർഷമാണ് റോമാലേഖനം പഠിപ്പിച്ചത്. കൃത്യമായി പറഞ്ഞ 2.5 വർഷത്തോളം. അത്ര ആഴമേറിയ അതിമഹത്തായ ദൈവത്തെക്കുറിച്ചുള്ള തിരുവെഴുത്തിലെ ഏറ്റവും ഉന്നതമായ വെളിപ്പാടിന്റെ ഗ്രന്ഥമാണ് റോമാലേഖനം. 9-ാം അധ്യായം ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ വിളംബരമാണ്. 9-ാം അധ്യായം 20-ാം വാക്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ത് എന്ന് ചോദിക്കുമോ? ദൈവത്തിന് എന്റെ മേൽ സർവാധികാരമുണ്ട്. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഉയരത്തിൽ ഒരു ഉത്തരവാദിയുണ്ട്. ഉയരത്തിലെ ഉത്തരവാദി അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ഭവിച്ചിട്ടില്ല, ഒന്നും ഭവിക്കുകയുമേയില്ല. ഹി ഈസ് സോവറിൻ ഇൻ മൈ ലൈഫ്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന കുവൈറ്റിലെ വിശുദ്ധന്മാരെ, എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ഏത് ഭാരമേറിയ, വേദനയേറിയ, ആകുലതയേറിയ പ്രയാസഘട്ടമാണെങ്കിലും അതിന്റെ മുകളിൽ ദൈവത്തിന്റെ സർവാധികാരമുണ്ട് എന്ന ബോധ്യം നമ്മുടെ അകത്ത് കത്തണം. രക്തത്താൽ ജയം. ഹല്ലേലൂയ. 5-ാമത്തെ പാഠം, ഈ ഒരു തിരിച്ചറിവ്, മുകളിൽ പറഞ്ഞ 4 തിരിച്ചറിവുകൾ കഷ്ടതയെ നേരിടാൻ എന്നെ ശക്തനാക്കുന്നു. രക്തം ജയം. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നതും കഷ്ടത എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്.
കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ആത്മീയ ശുശ്രൂഷകനാകാൻ സാധ്യമല്ല. കംഫർട്ട് സോണിലിരിക്കുന്ന ഒരുവന്റെ ശുശ്രൂഷ ജനഹൃദയങ്ങളെ സ്പർശിക്കുകയില്ല. എനിക്ക് വളരെ നന്ദിയുണ്ട്. പാസ്റ്റർ സന്തോഷ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് കേട്ട എന്റെ ഒരു സന്ദേശം ഓർത്തിരുന്നു എന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്റെ ബോധ്യം ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ പ്രതിഫലം പ്രസംഗിച്ചതിന് നൽകുന്ന ഗിഫ്റ്റിനേക്കാൾ വലുത് തന്റെ സന്ദേശം കേൾവിക്കാരുടെ ഹൃദയത്തിൽ എഴുതി എന്നതാണ്. പൗലോസ് പറയുന്നത്, ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതി. എന്റെ പ്രാർത്ഥനയും എന്റെ യാചനയും ഈ ദിനങ്ങളിൽ കേൾക്കുന്ന ദൈവിക സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. പ്രതിസന്ധികളുടെ കാലത്ത് ഇന്ന് രാത്രി നമുക്ക് പറയണം, എന്നെ ഒരുക്കിയെടുക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 5 പാഠങ്ങൾ. 1, പരിശോധന ക്രിസ്തീയ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. 2, പരിശോധന പ്രതീക്ഷിക്കേണ്ടതാണ്. 3, പരിശോധനകൾ ദൈവം ഒരു ഉദ്ദേശത്തിനായി നൽകുന്നു. 4, ദൈവത്തിന് പരിശോധനകളുടെ മേൽ സർവാധികാരമുണ്ട്. 5, ഈ 4 അറിവുകൾ പരിശോധനകളെ നേരിടാൻ എന്നെ ശക്തനാക്കുന്നു. രക്തത്താൽ ജയം. ശ്രദ്ധിക്കൂ, ഈ പരിശോധനകളുടെ പ്രതികരണം എന്താണ്? ഈ വാക്യത്തിൽ ഈ പരിശോധനകളുടെ പ്രതികരണം, റെസ്പോൺസസ് ടു ട്രയൽസ്, ഇദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. പരീക്ഷയിൽ അകപ്പെടുമ്പോൾ പരീക്ഷകൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണെന്നും അത് സ്ഥിരത ഉളവാക്കുന്നതാണെന്നും അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. നാം ആ വാക്യത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാം. 1, പരിശോധനയുടെ പ്രതികരണം നാം ആരാണെന്ന് തെളിയിക്കുന്നു. ട്രിവാൻഡ്രത്തെ ചെഷയർ ഹോമിൽ സൂസൻ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് മരിച്ചുപോയി. ഏകദേശം 3 അടി നീളമേ ഉണ്ടായിരുന്നുള്ളൂ സൂസന്. തന്റെ ശരീര അവയവങ്ങളെല്ലാം തീരെ ചെറുതായിരുന്നു. തനിക്ക് നടക്കാൻ കഴിയില്ല, എഴുന്നേൽക്കാൻ കഴിയില്ല. താൻ മുഴുവൻ സമയവും ഒരു മൂവിങ് ബെഡിലാണ്. വളരെ സമ്പന്നയായ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു സൂസൻ. കാണാൻ അസാധാരണമായ സൗന്ദര്യത്തെക്കാൾ ഞാൻ ഉപയോഗിക്കട്ടെ വാക്ക് ഐശ്വര്യമുള്ള മുഖമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സൂസനെ കുറിച്ച് ഒത്തിരി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഒരിക്കൽ ഈ ഫീച്ചർ കണ്ട് ഞാൻ സൂസനെ കാണാൻ ട്രിവാൻഡ്രത്ത് പോയി. ചെഷയർ ഹോം വിസിറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് പാർക്കും കാലത്ത് എന്റെ ഒരു ശീലമായിരുന്നു. സൂസനെ കണ്ടു. ജീവിതത്തിൽ മുഴുവൻ വൈകല്യങ്ങളുള്ള, സംസാരിക്കാൻ മാത്രമേ കഴിയൂ സൂസന്, വിടർന്ന വലിയ കണ്ണുകളുള്ള അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. സൂസനോട് ഞാൻ ചോദിച്ചു, സൂസൻ ആരെ കണ്ടാലും ചിരിക്കും. സൂസന്റെ ചിരി അസാധാരണമായ ദൈവകൃപയുടെ ചിരിയായിരുന്നു. അന്ന് ഞാൻ വിശ്വാസത്തിലല്ല. സൂസൻ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, സൂസൻ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വൈകല്യത്തിൽ ചലിക്കാൻ കഴിയാതെ, സ്വന്തമായി കൈകൊണ്ട് ഒരു കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്? സൂസൻ പറഞ്ഞ മറുപടി, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട മറുപടി, ഒരു നിരീശ്വരവാദിയായി ഞാൻ നടന്ന കാലത്ത് ഞാൻ കേട്ട മറുപടി, ഐ എക്സ്പീരിയൻസ് മൈ ഗോഡ് ഇൻ മൈ ഹാർട്ട്. അന്നെനിക്ക് ആ വാചകത്തിന് ഒരു പൊരുളും മനസ്സിലായില്ല. ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന വചനത്തിന്റെ മുൻപിൽ ഈ പരിശോധനയുടെ കാലത്ത്
നിങ്ങളുടെ വായിൽ നിന്നും നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധം, നിങ്ങളുടെ അയൽവക്കാർ, നിങ്ങളോട് കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിച്ചറിയുവാൻ, ഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ഇറ്റ് റിവീൽസ് അവർ ഹാർട്ട്. 2, പരിശോധനകളെ നാം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നിർണയിക്കുന്നത് നമ്മുടെ ജീവിത മൂല്യങ്ങളാണ്. വാല്യൂസ് of your life determines your attitude towards your trials. പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കഴിയുമ്പോൾ അതിനോട് നാം പ്രതികരിക്കുന്നത് നമ്മുടെ മൂല്യങ്ങളുടെ പ്രകടനമാണ്. ഞാൻ വളരെ ദുഃഖത്തോടെ പറയാം, പെന്തക്കോസ്ത് സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യ ശോഷണത്തിന്റെ പ്രധാന കാരണം ക്രിസ്തീയ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് നഷ്ടമായി പോയി. ക്രിസ്ത്യാനിത്വത്തിന്റെ ആഴമേറിയ പാഠങ്ങൾ നമ്മുടെ സന്ദേശങ്ങളിൽ അന്യപ്പെട്ടുപോയി. ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടതാണെന്ന് പഠിപ്പിക്കാൻ നാം മറന്നുപോയി. എന്റെ മകൻ ഒരിക്കൽ എന്നോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ പരിഭവിക്കരുത്. ചാച്ച, അനുഗ്രഹിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, ഇതേ ഉള്ളോ മെസ്സേജ് പറയാൻ? ഇത് മാത്രമേ കേൾക്കാനുള്ളൂ? ഞാനതെന്റെ കുഞ്ഞിലേ കേട്ട് പഠിച്ചതല്ലേ, ഇന്നും ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കണോ? എബ്രായ ലേഖനം അതിനെ വിളിക്കുന്നത് വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കാർക്കും ആരും പറഞ്ഞു തരണ്ടല്ലോ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. നിങ്ങൾക്കാർക്കും ആരും പറഞ്ഞു തരണ്ടല്ലോ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അത് നാം നമ്മുടെ കുട്ടിക്കാലത്ത് വിശ്വാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചതല്ലേ? ഇന്നും മറ്റാരെങ്കിലും നമ്മെ അത് പറഞ്ഞു ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ? അതിനും അപ്പുറമായ പാഠങ്ങളിലേക്ക് നമ്മെ നടത്തേണ്ടതല്ലേ? അതിലും ഉന്നതമായ ക്രിസ്തീയ അനുഭവങ്ങളിലേക്ക് നാം നടന്ന് മുന്നേറേണ്ടതല്ലേ? രക്തത്താൽ ജയം. ശ്രദ്ധിക്കൂ, കേൾവിക്കാരന്റെ കർണത്തിന് സുഖം തരിക മാത്രമാണ് ശുശ്രൂഷയുടെ ലക്ഷ്യമെങ്കിൽ പരാജയപ്പെട്ടു പോയി. കേൾവിക്കാരന് ദൈവകൃപയുള്ളവനായി, ദൈവമനുഷ്യനായി വളർത്തിയെടുക്കുവാൻ അവന്റെ അകത്താഴമേറിയ വചനത്തിന്റെ ആഹാരം വിളങ്ങുന്ന ശുശ്രൂഷകന്മാരെ ദൈവത്തിന് തലമുറയിൽ ആവശ്യമുണ്ട്. രക്തത്താൽ ജയം. യുവർ വാല്യൂസ് ആർ ടെസ്റ്റിഫൈഡ് ഇൻ യുവർ ട്രയൽസ്. ഹല്ലേലൂയ. എനിക്ക് നിരവധി ദൈവമക്കളെ അറിയാം. ഡാളസിൽ ഒരു കുഞ്ഞുമോളമ്മാമയുണ്ട്. കുഞ്ഞുമോളമ്മാമയുടെ ഭർത്താവ് ജോയിച്ചാൻ എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, ഇവളുടെ നെഞ്ചിന് താഴോട്ടുള്ള ഒരവയവവും അവിടെ ശരീരത്തിലില്ല. പല അവയവങ്ങളും ക്യാൻസർ വന്ന് മുറിച്ചു മാറ്റി. പക്ഷെ ആ ദൈവദാസിനെ ഒന്ന് കാണണം. എപ്പോഴും ചിരിക്കുന്ന, കാണുന്നവരോടെല്ലാം ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്ന, കാണുന്നവരോടെല്ലാം വിടുവിക്കുന്ന കർത്താവിനെ കുറിച്ച് പറയുന്ന കുഞ്ഞുമോളമ്മാമ്മ എനിക്കൊരു അത്ഭുതമാണ്. രക്തത്താൽ ജയം. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ അകത്ത് പാർക്കുന്ന ദൈവ പൈതലിനെ ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കംഫർട്ട് സോണിൽ ജീവിക്കുന്നവർക്ക് ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയില്ല. കുഞ്ഞെ, നിന്നെ ദൈവം കഷ്ടത്തിൽ നടത്തിയത് ദൈവസ്നേഹത്തിന്റെ കൊടി ഉയർത്തുവാൻ വേണ്ടിയാണ്. രക്തത്താൽ ജയം. മൂന്നാമത്തെ പാഠം, പരിശോധന സ്ഥിരത ഉളവാക്കും. സ്ഥിരത എന്ന വാക്കെന്താ അർത്ഥം? പേഷ്യൻസ്. വേറൊരു പരിഭാഷ എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഡിക്ഷണറി നോക്കാൻ ശ്രമിച്ചു. ദ എബിലിറ്റി ടു സ്റ്റാൻഡ് വിത്തൗട്ട് ഗിവിംഗ് അപ്പ്. തോറ്റുപോകാതെ, പിന്മാറാതെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി. നിങ്ങൾ എന്നോട് പരിഭവിക്കല്ലേ,
പെന്തക്കോസുകാരന്റെ മുഖമുദ്രയായിരുന്നു ഒരു കാലത്ത് പേഷ്യൻസ്. തല്ലിയാലും ആക്ഷേപിച്ചാലും അപമാനിച്ചാലും ചിരിച്ചുകൊണ്ട് അത് കേട്ടു നിൽക്കുന്ന ദൈവകൃപയുടെ അവതാരങ്ങളായിരുന്നു പെന്തക്കോസ്തുകാർ. ഇന്നോ മൂക്കിന്റെ അറ്റത്ത കോപം, പക്ഷെ പേര് പെന്തക്കോസ്തുകാരനെന്ന്. പെന്തക്കോസ്തുകാരന്റെ മുഖമുദ്രയാണ് ക്ഷമ. കാരണം അവന്റെ പരിശോധനകൾ അവന് സ്ഥിരതയുളവാക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് കോപമുണ്ടാക്കുന്ന ശീലക്കാരാണെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വീഴണം. ദൈവത്തോട് പറയണം, ഗിവ് മീ പേഷ്യൻസ്. രക്തത്താൽ ജയം. നട്ടല്ലില്ലാത്തവരെന്നാ പണ്ട് പെന്തക്കോസുകാരെ വിളിച്ചത്. നട്ടല്ലില്ലാത്തവർ എന്ന് വെച്ചാൽ ആരെന്തോ പറഞ്ഞാലും തിരിച്ചൊന്നും പറയത്തില്ല. എന്നെ കേൾക്കുന്ന അംബുജാക്ഷൻ പാസ്റ്റർ നല്ല ഉദാഹരണമാണ്. മഹാനായ സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്ററുടെ മരുമകനാണ് അദ്ദേഹം. ഹിന്ദുമാർഗം വിട്ട് പെന്തക്കോസിൽ വന്നതിന് അദ്ദേഹവും ഭാര്യയും അനുഭവിച്ച പ്രതിസന്ധികൾ നിരവധിയാണ്. എന്നാൽ അംബുജാക്ഷൻ ആരെന്തോ പറഞ്ഞാലും ഒന്നും മിണ്ടത്തില്ല. ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതാണ് നിങ്ങളോട്. അപമാനിച്ചാലും ആക്ഷേപിച്ചാലും, സ്നേഹിതരെ, നിങ്ങളെ വിഡ്ഢിയെന്ന് വിളിച്ചേക്കാം, ഒന്നിനും കൊള്ളാത്തവരെന്ന് വിളിച്ചേക്കാം, നിങ്ങൾ കഴിവില്ലാത്തവരാണെന്ന് വിളിച്ചേക്കാം. ബട്ട് ബി പേഷ്യന്റ്. പരിശോധന സ്ഥിരതയുള്ളവാക്കും. ഞാൻ ഉപയോഗിച്ച മറ്റൊരു വാക്ക് ഓർമ്മിക്കുന്നുണ്ടോ? എൻഡ്യൂറൻസ്, എബിലിറ്റി ടു സ്റ്റാൻഡ് അപ്പ് അഗൈൻസ്റ്റ് എനി ഇഷ്യൂസ്. പ്രതിസന്ധികൾ എത്ര വന്നാലും വിട്ടുകൊടുക്കാതെ, പിന്മാറാതെ, തകർന്നു വീഴാതെ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവകൃപയുടെ പേരാണ് എൻഡ്യൂറൻസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, ജീവിതത്തിന്റെ പ്രതിസന്ധിക്കകത്തു നീ വീഴുമ്പോഴും നിന്നെ കാണുമ്പോൾ ആളുകൾ ചോദിക്കണം, എങ്ങനെ സഹോദരി നീ പ്രതികൂലത്തിനകത്ത് ചിരിക്കുന്നത്? എങ്ങനെ സഹോദര ഇത്ര വലിയ പ്രതിസന്ധി വന്നിട്ടും നീ ക്ഷമയോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്. നാം പിന്നാലെ കാണാം. നാലാമത്തെ പാഠം, രണ്ടാം ഭാഗത്തിന്റെ 4-ാം പാഠം. ശ്രദ്ധിക്കണം ഈ വാക്ക്. പരിശോധന വരുമ്പോൾ കരയാതിരിക്കരുത്. ഇറ്റ് ഡസ് നോട്ട് ഡിലേ ഇമോഷണൽ പെയിൻ. കരയല്ലേ ബ്രദറെ? പറയരുത്, കരഞ്ഞോണം. തെളിവ് നമ്മുടെ ഗുരു തന്നെ. ലാസറിന്റെ ശവക്കുഴിയുടെ കീഴെ ലാസറിന്റെ സഹോദരിമാർ കരയുന്നത് കണ്ടിട്ടും താൻ ചെയ്യാൻ പോകുന്നത് ലാസറിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയാണെന്നും തികഞ്ഞ ബോധ്യമുണ്ടായിട്ടും കരയുന്ന മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീരിന്റെ മുൻപിൽ അവരോടൊപ്പം കരഞ്ഞ ഒരു നാഥനെയാണ് നാം സേവിക്കുന്നത്. കുഞ്ഞെ, കരയാനുള്ള ദൈവകൃപ നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്. അതൊരു കൃപയാ. ദാവീദ് നിലവിളിച്ചു പറയുന്ന ഒരു വാചകമില്ലേ ദൈവത്തോട്? എന്റെ ഹൃദയം നുറുങ്ങാൻ എന്നെ സഹായിക്കണമേ. ഹെൽപ് മീ ടു ബ്രേക്ക് മൈ ഹാർട്ട് ബിഫോർ യു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമോഷണൽ പെയിൻ ഇല്ലാത്തൊരു കൂട്ടരായി നാം മാറിപ്പോകരുത്. കരയുന്നവരുടെ കൂടെ കരയുന്നവരായി തീരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. അന്ത്യകാലത്ത് മനുഷ്യർ കനിവറ്റവരും വാത്സല്യമില്ലാത്തവരുമാകുമെന്ന് പൗലോസ് ഊന്നി പറഞ്ഞില്ലേ? അർത്ഥം ഇമോഷൻലെസ് ആവും മനുഷ്യൻ. വാർത്തകൾ കാണുമ്പോൾ
പാസ്റ്റർ പോൾ വർഗീസ് ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ മനുഷ്യന്റെ മരണം എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ നൊമ്പരം. മെയ് 19 ഡോക്ടർ രവി സക്രിയാസ് മരിച്ചപ്പോൾ അന്ന് എനിക്ക് ആഹാരം കഴിക്കാൻ പോലും തോന്നിയില്ല. എന്റെ ആരുമല്ല മനുഷ്യൻ, ഒരിക്കൽ കണ്ടിട്ടുള്ളതേ ഉള്ള ആകെ. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖം, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടം കണ്ട് എനിക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ എങ്ങനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്? ലെറ്റ് us become good human beings. നല്ല മനുഷ്യരായി തീരാൻ നമുക്കിടവരട്ടെ. ബർന്നബാസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വാചകം നിങ്ങൾ ഓർക്കുന്നില്ലേ? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും നല്ല മനുഷ്യനുമായിരുന്നു. രക്തം ജയം. 5-ാമത്തെ പാഠം, പരിശോധനകൾ നാം അതിജീവിക്കും. പ്രതിസന്ധികൾക്കകത്ത് ഞാൻ മുങ്ങിത്തീരത്തില്ല, പ്രതിസന്ധികളുമായി ഞാൻ പോകില്ല. വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഞാൻ മുങ്ങിപ്പോകുമെന്ന് ഒരിടത്തും തിരുവെഴുത്ത് പറഞ്ഞിട്ടില്ല. പരിശോധനകളെ ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം പരിശോധനകളെ അതിജീവിച്ച ഒരു ഗുരുവിനെയാണ് ഞാൻ പിൻപറ്റുന്നത്. ലുക്ക് അറ്റ് ക്രോസ്. ക്രൂശിങ്കലേക്ക് നോക്കൂ. മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന മുഴുവൻ പരിശോധനയുടെയും ആകത്തുക ക്രൂശിൽ അനുഭവിച്ചിട്ട് നസ്രയൻ തോറ്റുപോയോ? ഇല്ല ഇല്ല ഇല്ല. ക്രൂശ് തോൽവിയുടെ കഥയല്ല, ക്രൂശ് ജയത്തിന്റെ കഥയാണ്. ദൈവ പൈതലേ, നാം ഇതിൽ മുങ്ങി മരിക്കാൻ ദൈവം അനുവദിക്കില്ല. നീ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ, തീക്കകത്ത് നീ വെന്തുപോകാൻ അനുവദിക്കത്തില്ലെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞില്ലേ? രക്തത്താൽ ജയം. വേഗത്തിൽ പോകട്ടെ. പരിശോധനയിൽ 6-ാമത്തെ പാഠം. ഈ വാക്യത്തിനകത്തു നിന്നാണ് ഇത് മുഴുവൻ. പരിശോധനയിൽ സന്തോഷിക്കാൻ കഴിയണം. എനിക്ക് വളരെ പ്രിയയായ ഒരു സഹോദരിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ വർഷം. ക്യാൻസർ വന്നാണ് മരിച്ചത്. നിങ്ങൾ പറഞ്ഞാൽ അറിയും. സിബി മലയിലിന്റെ ഇളയ സഹോദരി, വിശ്വാസിയാണ് ആ പെൺകുട്ടി. എന്റെ കോളേജ് ഫ്രണ്ടാണ് സിബി മലയിൽ. ഞങ്ങൾ ഒരുമിച്ചാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി. അങ്ങനെ ഒത്തിരി കഥകൾ പിന്നിലുണ്ട് ജീവിതത്തിൽ. റാണി എന്ന പെൺകുട്ടിയുടെ പേര്. റാണിയുടെ ഹസ്ബൻഡ് മരിച്ചു. റാണി എന്റെ ഇന്നലത്തെ സന്ദേശം കേട്ടിട്ട് ഇന്നെനിക്കൊരു മെസ്സേജ് അയച്ചു. ഞങ്ങൾ അവളെ റാണിമോളെ എന്നാ വിളിക്കുന്നു. റാണിമോൾ ഇങ്ങനെയാണ് എഴുതിയത്: I have experienced the peace within when my husband passed away. എന്റെ ഭർത്താവ് മരിച്ചപ്പോഴും ഞാൻ ആ ദൈവസമാധാനം എന്റെ ഹൃദയത്തിൽ അനുഭവിച്ചു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഴുന്നുണ്ട്. I am not an orphan, I have a God. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് കത്തുമ്പോൾ ഈ പ്രതികൂലത്തിന്റെ അകത്തും എനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന ബോധ്യം എന്റെ ജീവിത പാഠമായി തീരും. രക്തത്താൽ ജയം. 7-ാമത്തെ പാഠം. ആ പാഠത്തിൽ നിന്ന് ഞാൻ ഒരു ഇലസ്ട്രേഷൻ പറഞ്ഞാണ് ഈ സന്ദേശം അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പരിശോധനകൾ ദൈവത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പാട് നൽകും. Every test gives you a revelation about God. ഓർത്തിരിക്കുക, ക്രിസ്തീയ മാച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗം പിന്നീട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ.
കാര്യം അത് കേൾക്കുമ്പോ എനിക്ക് ചിലപ്പോ നാണം വരിക, ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞു കളഞ്ഞല്ലോ. ഒരു 10 കൊല്ലം മുമ്പുള്ള എന്റെ ഒരു പ്രസംഗം ഇപ്പം കേട്ടാൽ എനിക്ക് ലജ്ജിക്കേണ്ടി വരും. When you grow in the Lord, you realize your fallacies. പണ്ടൊക്കെ ഞാൻ ദൂത് പറയുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ട് ദൂത് പറയുമായിരുന്നു. ഞാൻ 5-6 മാസം മുമ്പ് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് IPC ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. ഇവിടുത്തെ പാസ്റ്റർ എനിക്ക് വളരെ പ്രിയനായ മനുഷ്യനാണ്. 3 ദിവസത്തെ യോഗ, 3-ാമത്തെ ദിവസം സഭായം കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പറയുകയാണ്, ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചാ വിളിച്ചത്. അദ്ദേഹം പറയുക, പണ്ട് താൻ ഇരുന്നൊരു സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരാളുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിന്റെ ജീവിതം ക്രമം കെട്ടതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഓർക്കുന്നു പോലുമില്ല. അദ്ദേഹം പറയാം, എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയില്ല. ഒരാളെ വിവേചിപ്പാൻ ദൈവാത്മാവ് കൃപ തന്നാലും വെളിപ്പെടുത്തിയാലും ഞാനത് പരസ്യമായി ഇന്ന് പറയില്ല. ഇറ്റ് ഈസ് കോൾഡ് ക്രിസ്ത്യൻ മാച്യൂരിറ്റി. കാരണം എന്നെ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി, ഈ പെന്തക്കോസ്തുകാരുടെ പരസ്യമായി ഒരാളുടെ തെറ്റ് ദൂതായിട്ട് പറഞ്ഞാൽ അയാള് മറന്നുപോയാലും കേൾവിക്കാരായ വിശ്വാസികൾ ആയുസ്സിൽ മറക്കത്തില്ല. ഇയാളെ കാണുമ്പോഴൊക്കെ പറയും, പണ്ട് സേവ്യർ ജെയിംസ് ഈ പുള്ളിയെ കുറിച്ച് അങ്ങനെ ദൂത് പറഞ്ഞു. അർത്ഥം, പ്രയോജനത്തെക്കാൾ ഇത് ചെയ്യുന്ന റിസൾട്ട് നെഗറ്റീവാണ്. ചെവി പോയി പറയാം, പക്ഷെ പരസ്യമായി ഇന്ന് ഞാൻ പറയില്ല. മാച്യൂരിറ്റി ഈസ് എ പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഓവർനൈറ്റ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെല്ലാം ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളണം. ക്രിസ്തീയ പാകത എന്നത്, ക്രിസ്തീയ ശുശ്രൂഷയുടെ മാച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ലഭിക്കുന്നതല്ല. ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. ഒരു ദിവസം കൊണ്ട് തെങ്ങിൽ തേങ്ങ ഉണ്ടാകത്തില്ലല്ലോ. ഇറ്റ് ടേക്സ് ടൈം. When you go through trials, God is molding you to maturity. രക്തം ജയം. കാരണം ഓരോ പരിശോധനയും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകുന്നു നമുക്ക്. ഞാൻ ആവർത്തിക്കട്ടെ, പരിശോധനകൾ നമ്മെ പഠിപ്പിക്കുന്നു, പരിശോധനകൾ നമ്മെ പണിയുന്നു, പരിശോധനകൾ നമ്മെ വളർത്തുന്നു. ഞാൻ ആവർത്തിക്കുന്നു, പരിശോധനകൾ നമ്മെ പഠിപ്പിക്കുന്നു. ട്രയൽസ് ടീച്ച് യു. പരിശോധനകൾ നമ്മെ വളർത്തുന്നു. ട്രയൽസ് ബിൽഡേഴ്സ്. പരിശോധനകൾ നമ്മെ പണിയുന്നു. It molds us. It works in us. It teaches us. എന്തുകൊണ്ടാണെന്നറിയാമോ? We have a leader who went through all trials that we are going through. ഇബ്രായലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം, തിരുവെഴുത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു വലിയ സമ്പത്താണ്. അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. എനിക്ക് വന്നൊരു പരിശോധന, എനിക്ക് വന്നൊരു ഭാരം, എനിക്ക് വന്നൊരു ഏകാന്തത, എന്നെ കുറിച്ചുണ്ടായ ഒരു തെറ്റിദ്ധാരണ, എന്നെ കുറിച്ച് പറഞ്ഞൊരു അപവാദം എന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമല്ല അനുഭവിച്ചത്, എന്റെ ഗുരുനാഥൻ അനുഭവിച്ചിട്ടുണ്ട്. He has gone ahead of me, teaching me. എന്നെ പഠിപ്പിക്കാൻ, എന്നെ പണിതെടുക്കാൻ, എന്നെ വളർത്തുവാൻ എനിക്ക് മുമ്പേ അവൻ നടന്നു നീങ്ങുന്നുണ്ട്, എന്റെ വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട്. പരിശോധനകളുടെ നടുവിൽ
ഒരു മനുഷ്യന് വന്ന അസാധാരണമായ രൂപാന്തരം ഞാൻ ഇന്ന് രാത്രി വേദപുസ്തകത്തിലെ ഒരു മനുഷ്യനിലൂടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ദയവായി നിങ്ങൾ ആ വേദഭാഗം എടുക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം. മുഴുവനായി വിവരിക്കാൻ സമയമില്ല. വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ഹിസ്കിയാവെന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന ആഴമേറിയ പരിശോധനയുടെ വർണ്ണനയാണ് നാം ഈ വേദഭാഗങ്ങളിൽ കാണുന്നത്. ഹിസ്കിയാവ് ദൈവത്തിന് വേണ്ടി നിവര നിന്ന യൗവനക്കാരനാണ്. 25-ാമത്തെ വയസ്സിൽ രാജഭരണമേറ്റെടുത്ത, രാജ്യത്തെ ശുദ്ധീകരിച്ച, രാജ്യത്തിന്റെ മേൽ ദൈവഭയമുണ്ടാക്കിയ അസാധാരണ വ്യക്തിത്വമാണ് ഹിസ്കിയാവ്. അതിനകത്തൊരു ദൂത് കിടപ്പുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിനു വേണ്ടി നിവര നിൽക്കുന്നവനാണ് ഏറ്റവും വലിയ പരിശോധന നേരിടേണ്ടതെന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. എന്താ വാസ്തവേ, ഞങ്ങൾക്ക് മാത്രമേ ഈ പ്രയാസം? ഒരു യോഗവും മുടക്കുന്നില്ല, വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നില്ല, കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുന്നു, ആകാവുന്നത്ര പരമാർത്ഥതയിൽ ജീവിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ വാസ്വേ? എനിക്ക് നിങ്ങൾക്കതിന് വ്യക്തമായ ഉത്തരമുണ്ട്. പരിശോധനകളുടെ അർത്ഥം ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ശത്രു നിന്നെ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. Devil does not need somebody who does not follow God. പിശാചിന് വേണ്ട ആക്രമിക്കാൻ. പിശാച് ആക്രമിക്കത്തില്ല ദൈവമില്ലാത്തവനെ. പിശാച് ആക്രമിക്കത്തില്ല ജഡീകനെ. പിശാച് ആക്രമിക്കുന്നത് ആത്മീയനെയാണ്. ദൈവ പൈതലേ, ദൈവദാസ, താങ്കൾ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ശത്രു നോട്ടമിട്ടു. നീ ദൈവത്താൽ വളർത്തപ്പെടുവാൻ പോകുകയാണ്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ പോകുകയാണ് എന്നതിന്റെ അടയാളമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശോധന. പ്രതിസന്ധിയുടെ നടുവിൽ മനോഹരമായ പദങ്ങളുണ്ട് ഈ അധ്യായത്തിൽ. ഹിസ്കിയാവ് യഹോവയെ വിട്ട് പിന്മാറാതെ, യഹോവയെ വിട്ട് പിന്മാറാതെ, 18:6 യഹോവയെ വിട്ട് പിന്മാറാതെ. ഇംഗ്ലീഷിലെ ഒരു പരിഭാഷ എഴുതിയിരിക്കുന്നത് ഹി ക്ലിങ് ടു ഗോഡ് എന്നാണ്. ദൈവത്തോടവൻ പറ്റി നിന്നു. ദൈവത്തോട് പറ്റി നിന്ന മനുഷ്യനെ തകർത്തു കളയുവാൻ അശൂറിന്റെ സൈന്യം എഴുന്നേറ്റ് വന്നു. ഒരു വലിയ സൈന്യവുമായി യെരുശലേമിന്റെ നേരെ അയച്ചു. ശ്രദ്ധിക്കൂ, ഹിസ്കിയാവിന്റെ അടുക്കൽ ഒന്നാമത്തെ പാഠം, പരിശോധനകളുടെ സ്റ്റെപ്സ് ശ്രദ്ധിക്കൂ. നാം പരമാർത്ഥതയിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ ശത്രു ട്വിസ്റ്റ് ചെയ്യും. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നാം പരമാർത്ഥതയിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ ശത്രു ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു രൂപത്തിലാക്കും. ഹിസ്കിയാവ് അധികാരത്തിൽ വന്നപ്പോൾ ദേശത്തുണ്ടായിരുന്ന അന്യാരാധനാ വിഗ്രഹങ്ങളെ തുടച്ചു മാറ്റി, പൂജാഗിരികളെ ഉടച്ചു കളഞ്ഞു. ശത്രു അതിനെന്താ പറഞ്ഞു നിങ്ങൾക്ക് കാണണമോ? 18-ാം അധ്യായം 22-ാം വാക്യം, നിങ്ങൾ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലോ. ഹിസ്കിയാവ് ആരുടെ പൂജാഗിരി നീക്കിക്കളഞ്ഞു? ആരുടെ പ്രതിഷ്ഠ നീട്ടിക്കളഞ്ഞു? നീട്ടിക്കളഞ്ഞത് ശത്രുവിന്റെ പ്രതിഷ്ഠകളെയാണ്, അന്യാരാധനാ ബിംബങ്ങളെയാണ് നീക്കിക്കളഞ്ഞത്. എന്തിന്? ദൈവത്തിന്റെ ജനം ആരാധിച്ച നെഹുഷ്ഠാനവരെ നീക്കിക്കളഞ്ഞു. നെഹുഷ്ഠാൻ നിങ്ങൾ ഓർമ്മയില്ലേ? മോശയുടെ കാലത്തുണ്ടായ താമര സർപ്പം, അതിനെ ആരാധിക്കാൻ തുടങ്ങി ദൈവമക്കൾ, ദൈവജനം. അത് ഹിസ്കിയാവ് എടുത്ത് എറിഞ്ഞു കളഞ്ഞു.
പക്ഷെ ഇവരെന്താ പറയുന്നത്? യഹോവയുടെ പൂജാഗിരി മാറ്റിയെന്നാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയാം. പരമാർത്ഥതയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഹൃദയപൂർവം ഒരു ദൈവാലോചന പറഞ്ഞ് അതിനവരെ പരിഹസിക്കുന്ന, വളച്ചു കളയുന്ന അനാത്മീയരുടെ ലോകത്തിലാണ് നാം പാർക്കുന്നത്. രക്തത്താൽ ജയം. Devil will twist the reality. ഇതാണ് അടിത്തറ ശത്രുവിന്റെ പരിശ്രമത്തിന്റെ. രണ്ടാമത്തത്, ഹിസ്കിയാവ് അയച്ച മുഴുവൻ വിവരിക്കാൻ സമയമില്ല, നമ്മൾ പ്രധാന ഭാഗം മാത്രം പറയുക. ഹിസ്കിയാവ് അയച്ച റെപ്രസെന്റേറ്റീവ്സിന്റെ മുൻപിൽ അശൂർ രാജാവിന്റെ നേതാവായ സൻഹെരീബിന്റെ നേതാവായ തർത്താനും റബ്ശേക്കയും യഹൂദ ഭാഷയിൽ സംസാരിച്ചു. ഇപ്പൊ ഇവരവരോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത്, ഞങ്ങൾക്ക് അരാം ഭാഷ അറിയാം, നിങ്ങൾ ഞങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കൂ, നിങ്ങളുടെ വാക്ക് കേട്ട് ഞങ്ങളുടെ കൂടെയുള്ളവർ ക്ഷീണിച്ചു പോകും. രണ്ടാമത്തെ പരിശോധനയുടെ രണ്ടാം ഘട്ടം വാക്കുകൊണ്ട് ക്ഷീണിപ്പിക്കുക. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഏത് പ്രതിസന്ധി വന്നാലും നാം വാക്കുകൊണ്ട് ക്ഷീണിപ്പിക്കരുത്. ബ്രദറിന് പനിയാണോ? അത് മറ്റേ രോഗമാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണേ. പറയല്ലേ, പറയല്ലേ സഹോദരങ്ങളെ. നെഗറ്റീവായി ഒരു മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്ന, മടുപ്പിക്കുന്ന, ഹൃദയം ഭേദിപ്പിക്കുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് വരരുത്. വി ഷുഡ് ബി എനർജി ബൂസ്റ്റേഴ്സ്. കാരണം നമ്മിൽ ഇന്ന് പകൽ നാം ഓർപ്പിച്ചു, നമ്മുടെ ഉള്ളിൽ കത്തുന്നൊരു വെളിച്ചമുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ഇരുട്ട് പരത്തുന്നവരല്ല, നിങ്ങൾ വെളിച്ചം പരത്തുന്നവരാണ്. അടുത്ത പാഠം ശ്രദ്ധിക്കൂ, മനോഹരമാണ് ഈ വേദഭാഗം പഠിച്ചാൽ. 29-ാം വാക്യം, 18-29. ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ രാജാവ് ചതിയനാണ്. പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് ഹിം. നമ്മുടെ ചർച്ചകൾ നന്നായിട്ട് പോകുമ്പോ അപ്പുറത്തെ ചർച്ചയിൽ നിന്ന് ഫോൺ വരും, എങ്ങനെയുണ്ട് ചർച്ചയൊക്കെ? നന്നായി പോകുന്ന ബ്രദറെന്ന് കേട്ടാൽ അവർക്ക് സന്തോഷമില്ല, അവർക്ക് കേൾക്കേണ്ടത് കുഴപ്പമാണ്. ഫാസ്റ്റർ മെസ്സേജൊക്കെ നല്ലതാണോ? ലീഡറിനെ ആക്ഷേപിക്കാൻ ശത്രു ശ്രമിക്കും. ഓർത്തിരിക്കുക, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ ദൈവത്താൽ അയക്കപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ വേണം ദൈവമക്കൾ അവരോട് ഇടപെടുവാൻ. ഹിസ്കിയാവിനെ ദൈവമാണ് നിയമിച്ചാക്കിയത്. ദൈവത്താൽ അയക്കപ്പെട്ട ശുശ്രൂഷകൻ, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ എനിക്ക് വിയോജിപ്പുണ്ടാകാം, എന്നാൽ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കാൻ അവകാശമില്ല. എനിക്കറിയില്ല എന്തിനാ ഈ ദൂതൊക്കെ ഇങ്ങനെ കയറിപ്പോകുന്നത്. ദൈവമയച്ച മനുഷ്യനായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ബഹുമാനിച്ചേ മതിയാകുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല. ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. 31-ാം വാക്യത്തിൽ പറയുന്നു, ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. പാസ്റ്റർ പറയുന്നൊന്നും കേൾക്കണ്ട. എന്റെ ഒരു സ്നേഹിതൻ ശുശ്രൂഷകനായിരിക്കുന്ന ചർച്ചിൽ, കുവൈറ്റിലൊന്നുമല്ല, നിങ്ങൾ ആരാന്നൊന്നും തപ്പണ്ട, അവിടുത്തെ ഒരു സഹോദരന്റെ മകൻ മകനും ഭാര്യയുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഈ അപ്പൻ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ മകനെയും ഭാര്യയെ ഒന്ന് ഉപദേശിക്കണം, അവരെ ഒന്ന് കറക്റ്റ് ചെയ്യണം. പാസ്റ്റർ എന്നോട് പറഞ്ഞ മറുപടി, അത് അവരോട് പറഞ്ഞ മറുപടി പാസ്റ്റർ എന്നോട് പറഞ്ഞു. പറയാണ്, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു,
ഊണുമേശയുടെ ചുറ്റിനുമിരുന്ന് പാസ്റ്ററെ പരിഹസിച്ച് തമാശ പറഞ്ഞ് രസിച്ച നിങ്ങളോട്, അങ്ങനെ പാസ്റ്ററെ മക്കളുടെ മുൻപിൽ പ്രസന്റ് ചെയ്ത നിങ്ങളുടെ മകനോട് ഈ പാസ്റ്റർ പോയി പറഞ്ഞാൽ എന്തു വില ലഭിക്കാനാ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് ദൈവ മക്കൾക്കെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഊണുമേശ പരിഹാസത്തിന്റെ ഊണുമേശയായി മാറരുത്. നമ്മുടെ ഊണുമേശ പരദൂഷണത്തിന്റെ മേശയായി മാറരുത്. നമ്മുടെ മേശ ദൈവത്താൽ തന്നതാണെന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മേശയായി മാറണം. ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞ ഹിസ്കിയാവിനെ കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു ശത്രു. കഥ തീർന്നില്ല. ഹിസ്കിയാവ് ഭയന്നുപോയി. ഹിസ്കിയാവ് യെശയ്യാവിന് ആളെ വിട്ടു. പ്രവാചകന്റെ അടുക്കൽ പോകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ എല്ലാ കാര്യത്തിനും പ്രവാചകന്റെ അടുത്ത് പോകുന്നത് ഉത്തമമല്ല. നിങ്ങൾ വിളിച്ചാൽ, നിങ്ങൾ നിലവിളിച്ചാൽ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന ബോധ്യം നമ്മുടെ അകത്ത് വരണം. രക്തത്താൽ ജയം. ഹിസ്കിയാവ് രട്ടുടുത്ത് യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ ആളയച്ചു. സമയക്കുറവുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിപ്പോവുകയാണ്. രണ്ടാമത്തെ അശൂർ രാജാവിന്റെ സിപ്പോയിയുടെ രംഗപ്രവേശം. ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിലെ ഭാഷ നേരത്തെ ഉപയോഗിച്ച ഭാഷയേക്കാൾ തീവ്രമായിരുന്നു, പരിഹാസ്യമായിരുന്നു. നേരത്തെ ഉപയോഗിച്ച ഭാഷ ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുതെന്നാണെങ്കിൽ, രണ്ടാമത് കൊടുത്തുവിടുന്ന കത്തിന്റെ ഭാഷ നിങ്ങളുടെ ദൈവം നിങ്ങളെ ചതിക്കരുത് എന്നാണ്. വായിച്ചു നോക്കൂ, 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? ഈ വാക്യത്തിന്റെ അടിയിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടത്: യുവർ ഗോഡ് ഈസ് എ ലയർ, ഡോണ്ട് ട്രസ്റ്റ് ഹിം. എക്കാലത്തും ശത്രു ഉപയോഗിച്ചത് ഇതേ പദ്ധതി തന്നെയാണ്. എന്താണ് ആദാമിനോടും ഹവ്വയോടും ശത്രു കാട്ടിയത്? വേദപുസ്തകത്തിന്റെ ഒരു പഠനത്തിന്റെ ഒരു ടെക്നിക്കാണ് ഫസ്റ്റ് മെൻഷൻ തിയറി. ഒരു പ്രധാന ഇഷ്യൂ ആദ്യം എവിടെയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? പിശാച് എന്താണ് ആദാമിനോടും ഹവ്വയോടും ചെയ്തത്? ഡോണ്ട് ട്രസ്റ്റ് യുവർ ഗോഡ് എന്നാ പഠിപ്പിച്ചത്. ഫലം പറിച്ചു തിന്നു, അത് തിന്നാ നിങ്ങൾ ജീവിക്കും എന്ന് പറയുന്നതിന്റെ പൊരുളെന്താ? ഇത് തിന്നരുത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഞങ്ങൾ മരിക്കും. ഇല്ല, മരിക്കത്തില്ല. അർത്ഥം എന്താ? നിങ്ങളുടെ ദൈവം കള്ളനാ. നിങ്ങളുടെ ദൈവം പറഞ്ഞ പോലെ നടക്കത്തില്ല. യുവർ ഗോഡ് ഈസ് എ ലയർ. അവർ ഗോഡ് ക്യാൻ നെവർ ലൈ. ദൈവം, ഒരു വേദഭാഗം ഉണ്ടല്ലോ, ദൈവം സത്യവാൻ. എന്റെ ദൈവം ചതിക്കില്ല. ഈ കത്ത് വായിച്ച ഹിസ്കിയാവ് വീണ്ടും യെശയ്യാവിന്റെ അടുക്കലേക്ക് ആളയച്ചില്ല. ഐ ലവ് ദറ്റ് വേഴ്സ്. 19-ാം അധ്യായം 14-ാം വാക്യം. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് ആ എഴുത്തു വാങ്ങി വായിച്ചു. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോളമിട്ടിട്ട്, വേദപുസ്തകത്തിലെ ഒരു കോമ പോലും സൂക്ഷിച്ചു നോക്കിയിരിക്കണം. ഒരു കോളം, 2 കുത്തിട്ടിട്ട് അടുത്ത വാചകം എഴുതിയിരിക്കുക: ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ
അത് വിടർത്തി. കൂട്ടിനാളില്ല ഹിസ്കിയാവിന്റെ കൂടെ. He was alone with his God. നിങ്ങളൊന്ന് ഭാവന കണ്ടേ ആ രംഗം. ആ കത്ത് കൊണ്ടുപോയ ആലയത്തിനകത്ത് വിരിച്ചു വെച്ചിട്ട് ആ മനുഷ്യൻ മുട്ടുകുത്തി കാണും ദൈവസന്നിധിയിൽ. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടു, ദൈവാത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ, he delivered the letter to God. ഒരു മധ്യസ്ഥൻ തേടി ഹിസ്കിയാവ് പോയില്ല. പ്രവാചകനെ അന്വേഷിച്ച് ഹിസ്കിയാവ് പോയില്ല. ഹിസ്കിയാവ് തന്റെ പരിശോധനയുടെ കാലത്ത് തന്റെ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി. രക്തത്താൽ ജയം. ഞാൻ ഈ വാക്യത്തിന്റെ മുൻപിൽ വിനയപ്പെടുന്നു. ദൈവപൈതലേ, നിനക്കേത് സമയത്തും ഓടിച്ചെന്ന് മുട്ടുകുത്തി സങ്കടം ബോധിപ്പിപ്പാൻ ഞാൻ രാവും പകലും സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് ദാവീദ് പറയുന്നത് ഓർമ്മയില്ലേ? He delivered it to God. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ സങ്കടം മനുഷ്യരോട് പറയണ്ട, പ്രവാചകനോട് പറയണ്ട, ശുശ്രൂഷകനോട് പറയണ്ട, ഉയരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. രക്തത്താൽ ജയം. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയൊക്കെ വർണ്ണിക്കണം. അത്ര മനോഹരമാണ് അതിന്റെയൊക്കെ വെളിപ്പാട്. സമയക്കുറവുണ്ട്, ഞാൻ വർണ്ണിക്കുന്നില്ല, നിങ്ങൾക്ക് ധ്യാനിക്കാം. പക്ഷെ അവിടെ ഒരു സംഭവം നടന്നു. ഈ മനുഷ്യൻ ആലയത്തിനകത്ത് ചെന്ന് ഈ കത്തു വിടർത്തിയത് ലോകത്തിൽ ഒരു മനുഷ്യനും അറിഞ്ഞില്ലെങ്കിലും ഉയരത്തിലെ ദൈവം ആ വാർത്ത പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ എത്തിച്ചു കൊടുത്തു. നമ്മുടെ വീട്ടിൽ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ കഴിയും. നിങ്ങൾ മുട്ടുകുത്തി നിലവിളിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിക്കാതെ ദൈവദാസനെ അയക്കാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ ഇന്ന് രാത്രി സേവിക്കുന്നത്. രക്തത്താൽ ജയം. കാശ് കൊടുത്ത് ദൂത് കേൾക്കുന്നതിനേക്കാൾ എത്ര മനോഹരമാണ് പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തുമ്പോൾ ദൂതുമായി ദൈവദാസനെ ദൈവം അയക്കുന്നത്. രക്തത്താൽ ജയം. ശ്രദ്ധിച്ചു നോക്കിക്കേ, 22-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്ന ഒരു പദമുണ്ട്. യെശയ്യാവ് പറഞ്ഞയക്കുന്ന വാക്ക്, എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. ഞാൻ ഈ രാത്രി വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന പ്രവാചകന്, പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനാ മുറി വെളിപ്പാട് കാണിച്ചു കൊടുക്കുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്നത്. He is a God of revelations. എനിക്ക് വർണ്ണിക്കാൻ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. 100 കണക്കിന് അനുഭവങ്ങൾ പറഞ്ഞാൽ ആളുകൾ ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്ന കഥയാണെന്ന് പോലും പറയുമാറ് നാടകീയമായ 100 കണക്കിന് അനുഭവങ്ങൾ ഈ ദൈവദാസന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയാ, പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തു ദൈവപൈതലേ. നിന്റെ പ്രാർത്ഥനാ മുറിയുടെ ചിത്രം പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ അയച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന ബോധ്യം നമ്മുടെ അകത്തിന്ന് രാത്രി കത്തണം. He was alone with God, but God sent its photo to Isaiah. പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിരാശപ്പെടല്ലേ, നിരാശപ്പെടല്ലേ, നിരാശപ്പെടല്ലേ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ കാഴ്ച പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് അയച്ചു കൊടുക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. രക്തം ജയം.
ഹല്ലേലൂയ. എന്റെ ഹൃദയം ഇന്ന് രാത്രി ശുഭവചനത്താൽ കവിയുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ തോറ്റുപോകാൻ ജീവനുള്ള ദൈവം അനുവദിക്കത്തില്ല. അവൻ പ്രാർത്ഥന കേട്ട് ദൂതനെ അയക്കുന്ന ദൈവമാണ്. പരിശോധനകൾ സ്ഥിരതയുളവാക്കും. ഹിസ്കിയാവ് നിലവിളിച്ച് യെശയ്യാ പ്രവാചകന്റെ പിന്നാലെ ഓടിയില്ല. He delivered it to God. Hallelujah. 22-ാം വാക്യത്തിലെ ഒരു പ്രയോഗം, നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കിയത്, തല ഉന്നതമായി ഉയർത്തിയത്? ഈ വാക്യം എനിക്ക് വലിയ ബലമാണ് നൽകുന്നത്. ദൈവകുഞ്ഞേ, നിന്നെയും എന്നെയും ഒരു മനുഷ്യൻ അപമാനിച്ചാൽ, എന്നെയും നിന്നെയും നിന്ദിച്ചാൽ ചോദിക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് പേടി ആരെങ്കിലും എന്നെ ആക്ഷേപിച്ചാൽ. എനിക്കറിയാം അയാൾക്ക് അടി കിട്ടുമെന്ന്. ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ മേലധികാരി നിന്നെ ആക്ഷേപിക്കുന്നതിൽ ദുഃഖിച്ചാണോ നീ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നത്? നിന്നെയല്ല നിന്ദിക്കുന്നത്, നീ സേവിക്കുന്ന ദൈവത്തെയാണ്. നിന്നെയല്ല അപമാനിക്കുന്നത്. Hiskiah is only an element for God. Shabakasiana Rikamana Habira Rigasiya. കുഞ്ഞേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനു വേണ്ടി ഉയരത്തിൽ ചലിക്കുന്ന ഒരു കരമുണ്ടെന്ന ബോധ്യമാണ് ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ പരിശോധനകളുടെ ഉറപ്പ്. എന്റെ സന്ദേശം അവസാനിപ്പിക്കാൻ സമയമാകുന്നു. God did not wait. അന്ന് രാത്രി, the very night he exchanged it to God. The very night he cried before God. അതേ രാത്രി ഉയരത്തിൽ നിന്നൊരു ദൂതനെ ഇറക്കി ദൈവം, എനിക്കും നിനക്കും വേണ്ടി ഇന്നും ദൂതനെ അയക്കാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അപമാനിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പരാതി പറയാൻ പോകണ്ട, പരിഭവിച്ച് വിഷമിക്കണ്ട. അങ്ങോട്ട് കൊടുത്താൽ മതി. ഇന്ന് രാത്രി പറയാൻ കഴിയുമോ? I thank you, Lord, for this situation. ഈ പ്രതികൂലത്തിന് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ഈ പ്രയാസഘട്ടത്തിന് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ഈ പ്രയാസത്തിൽ എന്റെ വിശ്വാസത്തെ തെളിയിക്കുന്ന സമയമാക്കി നീ മാറ്റുന്നത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. Prove your faith tonight. It's a time to prove whom you serve. ആരെയാണ് സേവിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു കാലമാ കുഞ്ഞ്. ഈ നാളുകൾ God is going to prove it. He may seem to be silent. ദൈവം മൗനമായിരിക്കുന്നുവെന്ന് തോന്നിയേക്കാം. ദൈവം ഉത്തരം തരുന്നില്ലെന്ന് തോന്നിയേക്കാം. ദൈവം എന്നെ മറന്നുപോയെന്ന് വിചാരം വന്നേക്കാം. ഇന്ന് രാത്രി ദൈവദാസൻ നിന്നെ പ്രബോധിപ്പിക്കുന്നു. He will never forget you. അവൻ മറന്നുപോകാത്ത, ഭക്തനെ ഉപേക്ഷിക്കാത്ത, നിലവിളിക്കുന്ന ദൈവവൈതലിന് ഉത്തരം തരിക തന്നെ ചെയ്യുന്ന
മഹാനും അതിഭയങ്കരനുമായ ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. തോമാ ശ്ലീഹായെ കൊന്നുകളയുവാൻ കൂർത്ത അമ്പും വില്ലുമായി ആളുകൾ ചുറ്റും കൂടിയപ്പോൾ ആ ഭക്തൻ പറഞ്ഞ വാക്ക് ആംപ്ലിയസ്. ലത്തീൻ ഭാഷയിൽ ആംപ്ലിയസ് എന്ന വാക്കിന്റെ അർത്ഥം ഗോ ഫോർവേഡ്, മുന്നോട്ട് പോകൂ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ക്ഷീണിക്കരുത്, മുന്നോട്ട് പോകൂ. വീണുപോകരുത്, മുന്നോട്ട് പോകൂ. ഈ 3 സന്ദേശങ്ങൾ നിങ്ങളൊന്ന് കൂട്ടി വായിക്കൂ. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച സന്ദേശങ്ങൾ കൂട്ടി വായിക്കൂ. നിന്റെ കരം പിടിച്ച് പ്രതികൂലത്തിന്റെ അകത്തുകൂടെ നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള മഹാനായ നിസ്തുല്യനായ യേശുവിനെയാണ് നാം ഇന്ന് രാത്രി സേവിക്കുന്നത്. Because he went through these trials in triumph. പ്രതികൂലത്തിന്റെ നടുവിൽ ക്ഷീണിച്ചുപോയി, തളർന്നുപോയി വീഴാത്ത ഒരുവൻ നായകനായി മുൻപിലുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തെ തെളിയിക്കുന്ന ദിനങ്ങളായി മാറട്ടെ എന്നാശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.